ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പൊളിച്ചടക്കാൻ പോകുന്നത് ശ്രീലക്ഷ്മി ആൻഡ് ഭാഗ്യലക്ഷ്മി രണ്ടുപേരെയാണ് കേട്ടോ. ഈ ശ്രീലക്ഷ്മി തന്നെയാണോ ഭാഗ്യലക്ഷ്മി അറിയുകയില്ല. ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് വന്നിട്ടുണ്ട്, പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ശ്രീലക്ഷ്മി 6 കോൾസും 7 മെസ്സേജുമാണ് ഈ അറിയപ്പെടാത്ത സുനിക്ക് അയക്കുന്നത്. ഭർത്താവ് തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് അത്ര പരിചയമൊന്നുമില്ലാന്ന്. 6 കോൾസ് 7 മെസ്സേജ് അറിയാത്ത ഒരാൾക്ക്, അതും ശ്രീലക്ഷ്മിയുടെ വോയിസ് ഒക്കെ നിങ്ങൾ കേട്ടോ. അപ്പോൾ ശ്രീലക്ഷ്മി ഏതൊക്കെ ടൈമിൽ എപ്പോഴൊക്കെ എന്തൊക്കെ മെസ്സേജ് അയച്ചു ഇതൊക്കെ നമുക്ക് നോക്കണം. അതുപോലെ തന്നെ ഭാഗ്യലക്ഷ്മി വേടൻ്റെ കാര്യത്തിലും അതുപോലെ ദിലീപിൻ്റെ കാര്യത്തിലും രണ്ടും ബലാത്സംഗ കേസിന് ഒരാൾ ഗൂഢാലോചന, ഒരാൾ ബലാത്സംഗം കൃത്യം നിർവഹിച്ച ആൾ, ഈ 2 പേരുടെയും നിലപാട് എങ്ങനെ ഭാഗ്യലക്ഷ്മി എടുത്തു, അതിനെക്കുറിച്ച് ഭാഗ്യലക്ഷ്മിയുടെ വിധിന്യായങ്ങൾ എന്തൊക്കെയാണ്, ഭാഗ്യലക്ഷ്മിയുടെ കരച്ചിൽ എന്തൊക്കെയാണ്, അത് നമുക്ക് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടനും കൂടി അമർത്തിക്കോളൂ കേട്ടോ. ഓക്കെ, ഭാഗ്യലക്ഷ്മിയുടെ വോയിസ് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? അതിജീവിതയോട് കൂടെ നിൽക്കുന്ന ഒരാളായിട്ടാണോ? ഒരിക്കലുമല്ല. അതിനപ്പുറം ആ ഒരു വ്യക്തിയെ, ദിലീപ് എന്നൊരു വ്യക്തിയെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. അല്ലാതെ ഭാഗ്യലക്ഷ്മി ദിലീപിനോടൊരു മുൻവൈരാഗ്യമുള്ള പോലെയാണ്. അല്ലാണ്ട് അതിജീവിതയെ, നമ്മുടെ ഈ നടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല. കാരണം കരയുന്നു, പിഴിയുന്നു, മൂക്ക് പിഴിയുന്നു, അജിതൻ്റെ വീട്ടിൽ പോകുന്നു. ആ കുട്ടിക്കും ആ കുട്ടിയുടെ വീട്ടുകാർക്കും ഇല്ലാത്തക്കാളും കൂടുതൽ ഭാഗ്യലക്ഷ്മിയെ കാണിക്കുന്നു, നാടകം കാണിക്കുന്നു അല്ലേ. ശരിക്കും ഭാഗ്യലക്ഷ്മിക്ക് തലയ്ക്ക് വിവരമില്ല എന്ന് തന്നെ പറയാം. കാരണം ഭാഗ്യലക്ഷ്മിക്ക് അത്ര വിദ്യാഭ്യാസമൊന്നുമില്ല, സ്ത്രീയല്ല. ചെറുപ്പത്തിലോ വെറുതെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് കോടതി നടക്കുന്നത് ഇതൊന്നും അറിയാതെ ഭാഗ്യലക്ഷ്മി പെരുമാറുന്ന ആളാണ്. അപ്പോൾ ഒരാൾ തന്നെ എന്തോ നെഗറ്റീവ് ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അയാൾ മുഖത്ത് പോയിട്ട് കരിയോയിൽ ഒഴിച്ചിട്ട് അടിച്ച ആളാണല്ലോ ഭാഗ്യലക്ഷ്മി. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഇത്തിരി വിവരക്കേടെന്ന് തന്നെ പറയുള്ളൂ അല്ലേ. എന്നിട്ട് അതിൻ്റെ പുറകെ ഇപ്പോൾ നടക്കുന്ന ആളാണ് ഭാഗ്യലക്ഷ്മി. അപ്പോൾ അങ്ങനെ ഒരാളെ പോയിട്ട്, ആണുങ്ങളെ പോയിട്ട് അടിക്കുക, അല്ലെങ്കിൽ ആണുങ്ങളെ അടിച്ച് ആക്ഷേപിക്കുക, ഇങ്ങനെയൊക്കെ പറയാം. ഭാഗ്യലക്ഷ്മി ഏത് പെണ്ണുങ്ങളെ, ഇപ്പോൾ ഒരുപാട് റേപ്പ് കേസ്, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലേ. അതിലേതിലാണ് കൂടുതലും ഭാഗ്യലക്ഷ്മി ഇടപെട്ടിട്ടുള്ളത്? ഈ ഒരു കേസ്, അതിജീവിതര കേസ് വരുമ്പോൾ ഭാഗ്യലക്ഷ്മി 4 നാവാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മഞ്ജു വാര്യർക്ക് നമ്മുടെ ദിലീപിനോട് ഒരു വ്യക്തി വൈരാഗ്യമുണ്ട് എന്ന് തന്നെ കരുതാം. എന്താണെന്ന് വെച്ചാൽ മുൻ ഭർത്താവാണ്. അപ്പോൾ മഞ്ജു വാര്യർക്ക് പറയേണ്ടത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യത്തിൻ്റെ പുറത്ത് പറയുന്നതാണ് എന്ന് നമുക്ക് കരുതാം. പിന്നെ ആ മഞ്ജു വാര്യർ പോലും 2 വട്ടം മാത്രമേ വായ തുറന്നിട്ടുള്ളൂ. ഒന്ന് ആ പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് അല്ലേ, വിധി പകർപ്പ് വന്നതിന് ശേഷവും അതൊന്ന്, പിന്നെ രണ്ടാമത് വായ തുറന്നത് ഗൂഢാലോചനയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഈ 2 ഭാഗത്ത് മാത്രമേ മഞ്ജു വാര്യർ പോലും വായ തുറന്നിട്ടുള്ളൂ. എന്താണ് ഈ സ്ത്രീക്ക് മാത്രം പ്രത്യേകത, ഈ ഭാഗ്യലക്ഷ്മിക്ക്? അതെനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. ഈ ഭാഗ്യലക്ഷ്മി പിന്നെ പറയുന്നൊരു വോയിസ് നിങ്ങളൊന്ന് കേൾക്കണം. കൂലിപ്പണിക്കാരനെ പോലും 24 മണിക്കൂർ ശിക്ഷിക്കില്ല. ആ സമയത്ത് 85 ദിവസമാണ് നമ്മുടെ ഇയാളെ ദിലീപിനെ ശിക്ഷിച്ചത്. അത്രയും കാഠിന്യമേറിയ ശിക്ഷയാണ്. എന്താ കൂലിപ്പണിക്കാരും ദിലീപ് തമ്മിൽ എന്താ വ്യത്യാസം? കൂലിപ്പണിക്കാർക്ക് അതിൻ്റെതായ അന്തസ്സുണ്ട്. ദിലീപ് ഹൈ ലെവലാണെങ്കിലും കൂലിപ്പണിക്കാർ ഹൈ ലെവൽ തന്നെയാണ്. അവർ മാനസികമായി ശാരീരികമായി ഹൈ ലെവലാണ്. അവർ പൈസ കൊണ്ട് മാത്രമേ ഇല്ലാത്തുള്ളൂ. അപ്പോൾ കൂലിപ്പണിക്കാരും ഏറ്റവും താഴ്ന്നവർ, ദിലീപ് ഏറ്റവും റിച്ച് എന്നുള്ള ലെവലിലാണ് അവിടെ സംസാരിച്ചത്. ഒന്ന് കേട്ടു നോക്കൂട്ടോ. അയാൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇത് കൊട്ടേഷനാണ് എന്ന് പറയുന്നുണ്ട്. ചോദിക്കട്ടെ, ഒരു കൂലിപ്പണിക്കാരനെ പോലും ഇവിടെ 24 മണിക്കൂർ ലോക്കപ്പിൽ ഇടാൻ പറ്റില്ല. 85 ദിവസമാണ് ഈ ഒരാൾ അകത്ത് കിടന്നത്. എന്തുകൊണ്ടായിരിക്കാം? അത്രയധികം ശക്തമായ തെളിവ് അയാൾക്കെതിരെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. കൂലിപ്പണിക്കാരോട് എന്താണ് ഇത്ര പുച്ഛം? എന്താണ് പുച്ഛം? ഞങ്ങളൊക്കെ കൂലിപ്പണിക്കാർ തന്നെയാണ്. ഭാഗ്യലക്ഷ്മി എല്ലാവരും, കേരളത്തിലുള്ള എല്ലാവരും ഇപ്പോൾ പറയുന്ന ഭാഗ്യലക്ഷ്മി പോലും കൂലിപ്പണിക്കാരിയാണ്. കൂലി തന്നിട്ട് തന്നെയല്ലേ പണി ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് അങ്ങനൊരു പുച്ഛം? നിങ്ങൾ സ്റ്റാൻഡേർഡ് ഉള്ളവരും കൂലിപ്പണിക്കാർ താഴെ കടയിലുള്ളവരും എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആ പരിപാടി എന്തായാലും ഇവിടെ വേണ്ട. സംസ്ഥാന ചലച്ചിത്ര അംഗീകാരം, ഏറ്റവും മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? വേടനാണ് കിട്ടിയത്. അപ്പോൾ ഈ ഇതിലെ ജൂറി മെമ്പർ ആയിരുന്നു ആര്? ആ സ്റ്റേജിൽ കയറിയിരിക്കേണ്ടായിരുന്ന ആരായിരുന്നു? നമ്മുടെ ഈ ഭാഗ്യലക്ഷ്മിയാണ്. ഈ വേടൻ ആരാണ് ശരിക്കും? വേടനും ഇതുപോലെ ബലാത്സംഗ കേസിൽ പെട്ട ആളാണ്. ബലാത്സംഗം ചെയ്ത കേസിൽ 2 പേരെ, 2-ലധികം ആൾക്കാർ ബലാത്സംഗം ചെയ്തിട്ട്, ഒരു ഡോക്ടറെ ബലാത്സംഗം ചെയ്ത്, ഇതിലൊക്കെ പെട്ട ആളാണ്. അങ്ങനെ കേസിൽ ഇരിക്കുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ സമയത്ത് അസലായിട്ട് പോയി സമ്മാനം കൊടുക്കാൻ ജൂറി മെമ്പറായിട്ട് ചെന്നിരുന്നല്ലോ. അപ്പോൾ ഈ ഗൂഢാലോചന ചെയ്ത വ്യക്തിയും ബലാത്സംഗം ചെയ്ത വ്യക്തിയും ഒരുപോലൊക്കെ തന്നെയല്ലേ. അപ്പോൾ അയാളെ സംരക്ഷിക്കാമെന്നും ഇയാളെ സംരക്ഷിക്കാൻ പാടില്ല എന്നും പറയുന്നു. അപ്പോൾ അതിന് ഭാഗ്യലക്ഷ്മി പറയുന്ന കാര്യം എന്താണെന്നറിയോ? അന്തിമ ജൂറിയിൽ ഞാൻ അംഗമായിരുന്നു, ശരി തന്നെയാണ്. അപ്പോൾ അതിനെന്താണ്?
വേടൻ കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ്? വേടൻ്റെ ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് അവിടെ ബലാത്സംഗം നടന്നത് എന്നാണ് പറയുന്നത്. ഉഭയകക്ഷി സമ്മതപ്രകാരം എങ്ങനെ ബലാത്സംഗം നടക്കും? അങ്ങനെയാണ് കോടതി പറഞ്ഞത്. കോടതി വിധിയെ ഞാൻ മാനിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ കോടതി വിധിയെ മാനിക്കാം അല്ലേ? അങ്ങനെ കോടതി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വേടന് കൊടുക്കാൻ തയ്യാറായതെന്ന്. അപ്പോൾ ദിലീപിനെയും കോടതി വെറുതെ വിട്ടത് തന്നെയല്ലേ? ഇത് ശ്രീജിത്ത് പണിക്കരും ഭാഗ്യലക്ഷ്മിയും തമ്മിൽ സംസാരിച്ച സംഭവമാണ് ഇട്ടത്. ശ്രീജിത്ത് പണിക്കർ ഇത് ശരിക്കും പൊളിച്ചടക്കുന്നുണ്ട്. ദിലീപിനെയും കോടതി വെറുതെ വിട്ടതാണ്, വേടനെയും കോടതി വെറുതെ വിട്ടതാണ്. അപ്പോൾ വേടനെ അംഗീകരിക്കാമെന്നും ദിലീപിനെ അംഗീകരിക്കേണ്ട എന്നും അത് എന്ത് തരം ന്യായമാണ്? നമുക്ക് ഈ വേടനെയും ദിലീപിനെയും നമുക്ക് തെറ്റുകാരായിട്ട് നമുക്ക് തോന്നുന്നത് ഉഭയകക്ഷി പ്രകാരം തന്നെയാണ് വേടനും അതുപോലെ ദിലീപ് തെറ്റുകാരനുമല്ല. അങ്ങനെ തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ രണ്ട് തരം സ്റ്റാൻഡ് എടുത്ത ഭാഗ്യലക്ഷ്മിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്ക്. അപ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ കരച്ചിൽ നാടകമൊന്നും ഇവിടെ എന്തായാലും നടപ്പിലാവാൻ പോകുന്നില്ല. ഇനി നമുക്ക് ഒരു വോയിസ് കേൾക്കട്ടോ. ഇതും വിഷയമാണ്. അപ്പൊ ഇവിടെ ദിലീപിനെതിരെ നിൽക്കുന്ന ആൾക്കാരെ മൊത്തവും വൈറലാക്കാൻ മാധ്യമങ്ങളുണ്ട്. അതായത് കോടികൾ മുടക്കി ഇപ്പോഴും ഇതിന്റെ പുറകിൽ നിൽക്കുന്നു, കലാപാഹ്വാനം ഉണ്ടാക്കുന്നു. അതിന്റെ പുറകിൽ അതായത് ഈ മാഫിയ എന്ന് പറയുന്നവർ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഇന്ത്യയോട് സ്നേഹമില്ലല്ലോ. മട്ടാഞ്ചേരി മാഫിയയും ഇസ്ലാമിസ്റ്റുകൾക്കും അവർക്ക് ഇന്ത്യയോട് സ്നേഹമില്ല, അവരുടെ സ്നേഹമാണ്. അപ്പൊ ഇവിടുത്തെ സംവിധാനങ്ങളെ തകർക്കാം, അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്താം. അതായത് ഞങ്ങൾ വിചാരിക്കുന്ന അജണ്ടയിലേക്ക് സമ്പത്ത് കൊടുത്ത് മാധ്യമങ്ങളെ അതിന് പറയുന്നവരെ ഉയർത്തുന്നതിന് വേണ്ടി ഉള്ള ഒരു നീക്കം, അതിന്റെ ദൃഷ്ടാന്തമായിട്ട് ഇറങ്ങി നിന്ന് പറയുന്നതിന് വേണ്ടി ഒരാൾ വേണം. നമ്മൾ പറയുന്നില്ലേ, പല കലാപത്തിലും ബംഗ്ലാദേശിൽ ആലം എന്ന് പറഞ്ഞവനെ കൊണ്ടുവന്നില്ലേ, ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ കാര്യത്തിന് ഭാഗ്യലക്ഷ്മിയാണ്. ഈ ഭാഗ്യലക്ഷ്മിയെ അറസ്റ്റ് ചെയ്യണം. കോടതിക്കെതിരെ, സംവിധാനത്തിനെതിരെ ഇത്രയും കൃത്യമായിട്ടും വ്യക്തമായിട്ടും കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടും ഇതിനെതിരെ സാധാരണക്കാരനെ തെറ്റിദ്ധരിപ്പിച്ച് കലാപാഹ്വാനത്തിലേക്കും ഒരു രീതിയിലേക്കും പോകുന്ന ഇവരെ അറസ്റ്റ് ചെയ്യണം. ഇതിന്റെ കൂടെ നിൽക്കുന്നവരെ അറസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ രാജ്യത്തിന് നാളെ കുഴപ്പമായിട്ട് വരും. ഇവർ രാജ്യവിരുദ്ധ ശക്തികളുടെ ഭാഗമാണ്. ഇവരുടെ പുറകിൽ കോടികൾ മറിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ 20 കോടിയുടെ ഒരു കണക്ക് വന്നു ഈ പറയുന്ന രായപ്പന്റെ പേരിൽ. ശരിയാണോ? അത് ചുമ്മാ വന്നല്ലോ. നിഷേധം. ABC മലയാളം ലൈവ് എന്ന ചാനലിൽ വന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് ഇട്ടത്. അപ്പോൾ ഇതിൽ പറയുന്നത് മട്ടാഞ്ചേരി മാഫിയ കാശ് കൊടുത്ത് ഇറക്കിയിരിക്കുകയാണ് നമ്മുടെ ഈ ഭാഗ്യലക്ഷ്മിയെയാണ്. എനിക്കൊരു 60% ശരി തന്നെയാണെന്ന് എനിക്കും തോന്നുന്നു. കാരണം ഭാഗ്യലക്ഷ്മിയുടെ നീക്കങ്ങൾ, യഥാർത്ഥമായിട്ടുള്ള നീക്കങ്ങളല്ല ഇതിൽ നിന്ന് വരുന്നത്. നമുക്ക് ഒരു വോയിസ് കൂടി കേൾക്കാം. ഈ പ്രസ്ഥാനം ചിലരുടെ കൈകിലാക്കണം. അതിന് എത്ര മേടിച്ചു, എവിടുന്ന് മേടിച്ചു, ഏത് രാജ്യവിരുദ്ധ ശക്തികളുടെ കയ്യിൽ നിന്ന് മേടിച്ചു എന്നുള്ള കാര്യം അന്വേഷിക്കണം. ഇത് ശരിയായ പോക്കല്ല, കൃത്യമായ പോക്കല്ല, രാജ്യവിരുദ്ധ നിലപാടുകളുടെ കൂടിയുള്ള പോക്കാണ്. സാർ, ഒരു കാര്യം കൂടെ പറയാം. ഈ ഭാഗ്യലക്ഷ്മി തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് അതോ ഈ സംഭവം നടന്ന സമയത്ത് കൊടുത്ത ഒരു വീഡിയോ ഇപ്പോൾ വൈറലാവുന്നുണ്ട്. അതിൽ ഭാഗ്യലക്ഷ്മി പറയുന്നത്, ഈ അതിജീവിത തന്നെ ഭാഗ്യലക്ഷ്മിയോട് പറഞ്ഞു, ഇദ്ദേഹം ഒരിക്കലും അത് ചെയ്യില്ല, ഇത്രയും ക്രൂരമായ മനസ്സ് ഇദ്ദേഹത്തിനില്ല. ഇവർ ആരോപിക്കുന്ന ദിലീപിന് ഇത്രയും ക്രൂരമായ ഒരു കാര്യം ചെയ്യാനുള്ള മനസ്സ് അദ്ദേഹത്തിനില്ല. മറ്റേ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കാം, പക്ഷെ ഇത് ഇദ്ദേഹമാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല എന്ന് അതിജീവിത ഭാഗ്യലക്ഷ്മിയോട് പറഞ്ഞതായിട്ട് ഭാഗ്യലക്ഷ്മി പറയുന്ന കാര്യങ്ങൾ തന്നെ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ പുറത്തു വരുന്നു. അപ്പൊ അതിജീവിതയ്ക്ക് പോലും നമ്മുടെ ദിലീപാണ് ചെയ്തത് എന്ന് ഉറപ്പില്ല. അതുകൊണ്ടാണ് ഭാഗ്യലക്ഷ്മി അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞത്. അതിജീവിത പറഞ്ഞു ഇയാൾ ഇത്രയും ക്രൂരമായ കൃത്യം ചെയ്യില്ല എന്ന്. ഇതിന് നമ്മളൊക്കെ ഇനി എന്ത് പറയാനാണ്? എന്തിനാണ് ഭാഗ്യലക്ഷ്മി ഓടി നടന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്നത്? വൈറലായി കഴിഞ്ഞു. ഇനി മതിയാക്ക്, നിർത്തിവെക്ക്. അടുത്ത് നമുക്ക് ശ്രീലക്ഷ്മിനെ ഒന്ന് പൊളിച്ചടക്കാനുണ്ട്. ശ്രീലക്ഷ്മി ഈ സമയത്ത് നോക്കി വെക്കൂ കേട്ടോ. ഈ കൃത്യം നടന്നത്, ബലാത്സംഗം നടന്നത് 10:30-നും 10:48-നും ഇടയിലാണ് എന്ന് ഫോറൻസിക് ലാബിൽ നിന്ന് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ശ്രീലക്ഷ്മി ഈ സമയങ്ങളിൽ നോക്കി നോക്കൂ, 6 കോൾസും 7 മെസ്സേജസും വന്നിട്ടുണ്ട്. അപ്പോൾ ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് എന്താ പറയുന്നത്? ഞങ്ങൾക്ക് ബസ്സിൽ വെച്ചിട്ട്, എൻ്റെ ഭാര്യയ്ക്ക് ബസ്സിൽ വെച്ചിട്ടുള്ള ചെറിയൊരു പരിചയം മാത്രമേ ഉള്ളൂ, ചെറിയൊരു പരിചയക്കാരാണ്, എല്ലാപ്പോഴേക്കും വിളിക്കാറുണ്ട്. പക്ഷെ പോണെന്ന്, ഈ കൃത്യം ചെയ്യാൻ പോണെന്ന്, എന്താ ബഹുമതി മേടിക്കാൻ പോണെന്ന് ആൾ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ, നന്നായിട്ട് ഞാനിരുന്ന് കൃത്യം ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ത്വര കൊണ്ട് ശ്രീലക്ഷ്മി എന്ത് ചെയ്തു? ഇയാൾക്ക് 6 കോള് വിളിച്ചു. അറിയാത്ത ആളെയാണ് കേട്ടോ 6 കോള്. നമ്മളൊക്കെ അറിയാത്ത ആൾക്കാർക്ക് 6 കോളും 7 മെസ്സേജസൊക്കെയാണല്ലോ വിളിക്കുന്നത്. വിളിച്ചു. 9:56-ന് ശ്രീലക്ഷ്മി മെസ്സേജ് വന്നിരിക്കുന്നത് കേട്ടോ. നോക്ക്, 6:22 മുതൽ 7:59 വരെ ശ്രീലക്ഷ്മിയുടെ കോളുണ്ട്. എത്ര കോളുണ്ട്? 6 കോൾസാണ് ശ്രീലക്ഷ്മി വിളിച്ചിരിക്കുന്നത്. 9 മണി മുതൽ 9:56 വരെ മെസ്സേജസും വന്നിട്ടുണ്ട്. അത് എത്ര മെസ്സേജസ് ആണ്? 7 മെസ്സേജസ്. അറിയാത്ത ഒരാണിനെ, അപ്പോൾ ഇവർ തമ്മിലുള്ള എന്തായിരിക്കും? അവിഹിതമായിരിക്കാനാണ് സാധ്യത, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ ഭർത്താവ് വന്നിട്ട് ശരിക്കും വന്ന് പറയല, അവൻ്റെ ഭാര്യയെ കൊണ്ടുവരിക. അപ്പോൾ നിങ്ങളൊന്ന് നോക്കണം, ഇത്രയും കോൾ വിളിച്ച ശ്രീലക്ഷ്മി നിരപരാധിയാണ് പോലും. നോക്ക്. അപ്പോൾ ഇതിന് ശേഷം ശ്രീലക്ഷ്മി ആരൊക്കെ വിളിച്ചിട്ടുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ട്രേസ് ചെയ്യണ്ടേ?
അതുപോലും നമ്മുടെ പോലീസ് ചെയ്തിട്ടില്ല കേട്ടോ. വളരെ സംഭവമാണ് അത്. അപ്പോൾ കോടതി ചോദ്യം ചെയ്തു, എന്തുകൊണ്ട് നിങ്ങളിത് ചെയ്തില്ല? അപ്പോൾ പോലീസ് പറഞ്ഞ ഉത്തരമാണ് കേട്ടോ അതിന് ഏറ്റവും രസമുള്ളത്. അവരുടെ സ്വകാര്യതയെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല, അവരുടെ സ്വകാര്യതയെ മാനിക്കണ്ടേ, അതുകൊണ്ട് ചെയ്തില്ല പോലും. പോലീസ് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇവർ തമ്മിൽ തിക്ക് ഫ്രണ്ട്ഷിപ്പ് ആണ് എന്നുള്ളത് ഉത്തമ തെളിവാണിത് അല്ലേ. അപ്പോൾ ശ്രീലക്ഷ്മിക്ക് മാത്രം സ്വകാര്യത, ദിലീപിനില്ലേ സ്വകാര്യത? ഗൂഢാലോചന നടന്നു എന്നും പറഞ്ഞ് ഒരു തെളിവുമില്ലാതെ ആ റൂമിലേക്ക്, ഗൂഢാലോചന നടന്ന റൂമിലേക്ക്, ഹോട്ടൽ റൂമിലേക്ക് വലിച്ചഴച്ച് നാട്ടുകാരെ മുന്നിൽ കൂടെ കൊണ്ടുപോകുമ്പോൾ ഈ ദിലീപിനില്ലേ, ഒരു തെളിവുമില്ലാത്ത ദിലീപിനെ വിളിച്ചഴച്ച് കൊണ്ടുപോകുമ്പോൾ ദിലീപിനില്ലേ സ്വകാര്യത? അപ്പോൾ ശ്രീലക്ഷ്മി ഈ കേസിൽ പെട്ടിട്ടും ഇവർ ശ്രീലക്ഷ്മി പറഞ്ഞില്ല. പിന്നെ അപ്പോൾ നോക്കിക്കോ, പത്രക്കാരുടെ ഘോരമായി ദിലീപിൻ്റെ കാര്യങ്ങൾ ഈ പോലീസുകാർ നിന്ന് പറയുന്നുണ്ടായിരുന്നു അല്ലേ ദിലീപിനെ കുറിച്ചിട്ട്. എന്തുകൊണ്ട് അന്ന് ശ്രീലക്ഷ്മിയുടെ പേര് പറഞ്ഞില്ല? ഇപ്പോഴല്ലേ ഈ ശ്രീലക്ഷ്മി വന്നത് അല്ലേ? അപ്പോൾ പത്രക്കാരോട് ശ്രീലക്ഷ്മിയുടെ പേര് പറഞ്ഞില്ല, അപ്പോൾ പത്രക്കാർ കണ്ടെത്തിയാലോ എന്ന് പേടിച്ചിട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ ശ്രീലക്ഷ്മി ആരെയാണ്? ഈ മേഡം തന്നെയാണോ? അത് മേഡത്തിന് സഹായിക്കുന്ന വേറൊരു മേഡാണോ എന്നറിയില്ല. പിന്നെ ഈ മേഡം എന്ന് പറയുന്നത് ഈ വ്യക്തി ആയിരിക്കുമോ? നമ്മുടെ ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി ആയിരിക്കും? അതും അറിയില്ല. എന്താ സംഭവം എന്നൊക്കെ അറിയില്ല കേട്ടോ. ഇനി കുറ്റകൃത്യം കഴിഞ്ഞതിന് ശേഷം അല്ലേ പ്രാർത്ഥിച്ചു, ശ്രീലക്ഷ്മി കുറേ പ്രാർത്ഥിച്ചു, ശ്രീലക്ഷ്മി കുറേ വിളിച്ചു, എന്നിട്ട് ഇയാളെ കിട്ടിയില്ല, കാമുകനെ കിട്ടിയില്ല അല്ലേ. ആ സമയത്ത് അതിന് ശേഷം പിറ്റേ ദിവസം ശ്രീലക്ഷ്മി സംസാരിക്കുന്ന ഫോൺ സംഭാഷണം കൂടി കേട്ടിട്ട് നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. ഹലോ ഹലോ ചേച്ചി. ഹലോ ചേച്ചി, ടിവിയിലൊക്കെ ന്യൂസ് കണ്ടോ ചേച്ചി? ഞാനത് കണ്ടു ലക്ഷ്മി. ഞാൻ അതിന്റെ പിന്നാലെ എന്താ ഏതാന്നുള്ളത് അന്വേഷിക്കാൻ പോയിട്ടില്ല. പക്ഷെ ഞാൻ വേറൊരു വഴിക്ക് അറിയാൻ നോക്കിയപ്പം അത് മനസ്സിലായത് അതൊരു ട്രാപ്പാണെന്ന് മനസ്സിലായത്. എന്ത് ട്രാപ്പാ ചേച്ചി? അങ്ങനെ അത് ചെയ്യോ? അവൻ അങ്ങനൊന്നും ചെയ്യില്ലെന്നാ എന്നെ ഇന്നലെ ഇല്ല. അതാണ് ട്രാപ്പ് എന്ന് പറഞ്ഞാൽ അതാണ്. അത് തന്നെയാണ് എന്റെ വിശ്വാസം ലക്ഷ്മി. കാരണം എന്താ വെച്ചാൽ 100% എന്റെ വിശ്വാസവും അത് തന്നെയാണ്. പക്ഷെ ഇത് വേറെ ഏതോ ഒരു നല്ല രീതിയിലുള്ള പണി കിട്ടിയിട്ടുണ്ട്. ന്യൂസ് ഒക്കെ ഭയങ്കര വേറെ രീതിയിലാണല്ലോ പറയുന്നത്. ആണ് സംഭവം. ഞാനും കണ്ടു. ഞാനും ഈ സാധനം ഇങ്ങനെ കണ്ടുള്ളൂ. എനിക്ക് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. കോണ്ടാക്ട് ഇല്ലാന്നുള്ള ഞാൻ മനഃപൂർവ്വം ചെയ്യാത്തതാണ്. കാരണം ഇതെന്ന് പറഞ്ഞാൽ നാട്ടക്കേസാണ്, അല്ലാണ്ട് സാധാ ഒരു ലെവലല്ല. മനസ്സിലായോ? നമ്മളൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇതിൽ ജീവിക്കുന്ന ആൾക്കാരാകുമ്പോൾ ഇത് നമ്മൾ ഇതിന്റെ പിന്നാലെ നോക്കിക്കഴിഞ്ഞാൽ നാട്ടക്കേസാണ്. പക്ഷെ ഞാനിത് വേറെ ആൾക്കാരെ ത്രൂ ചോദിച്ചപ്പോ ഇത് ഒരു ട്രാപ്പാണ്. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. കാരണം ഇത് കൊണ്ടുപോയി ഇന്ന സ്ഥലത്ത് ഇറക്കി എന്ന് പറയണത് തന്നെ കേൾക്കുമ്പോ തന്നെ അത് ട്രാപ്പാണ് മനസ്സിലാവും. ഒരാൾക്കാർ ഒരാളുടെ വീടിന്റെ മുമ്പിൽ കൊണ്ട് ഇറക്കില്ല. അപ്പൊ ഇത് വേറെ രീതിയിലുള്ള ട്രാപ്പാണ് എന്നുള്ളതാണ്. ഇന്നലെ എന്നെയും കൂടി വിളിച്ചു, ആലുവയിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും പറഞ്ഞിട്ടുമില്ല എന്റെ അടുത്ത്. ഒരു നല്ല കാര്യത്തിനാ പോണേ, എന്റെ അടുത്ത് ചോദിക്കരുത് ഏതാ എന്താന്നൊന്നും ചോദിക്കരുത്, അങ്ങനെയാ പറഞ്ഞ എന്റെ അടുത്ത് ലാസ്റ്റ്. ഞാൻ വിളിക്കില്ല അങ്ങനെ. കാരണം ഇതെന്തായാലും നല്ല രീതിയിൽ വിളിക്കരുത് കേട്ടോ. വിളിക്കാൻ ശ്രമിക്കുക, നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ശ്രമിക്കുക, ഒന്നും ചെയ്തേക്കരുത്. വെറുതെ അറിയില്ലാണ്ട് പുലിവാലകളിൽ ചെന്ന് ചാടരുത്. ഇല്ല. ഒന്നാമത് ആവശ്യത്തിൽ കൂടുതൽ. അപ്പൊ ഞാൻ അറിഞ്ഞത് ഇത് ട്രാപ്പാണ്. പിന്നെ എവിടുന്നോ നല്ല പണിയും കിട്ടിയിട്ടുണ്ട്. മിക്കവാറും അവിടെ തന്നെ ആവും. മിക്കവാറും അവിടെ തന്നെ അല്ല. ഇപ്പൊ അതിനൊന്നും ശ്രമിക്കണ്ട. ശ്രമിച്ചാൽ എല്ലാവരും കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒന്നും തന്നെ സൈലന്റ് ആയിട്ടിരിക്കുക. ഞാനും എല്ലാ രീതിയിലും ഞാൻ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. കാരണം ഒരിക്കലും അവൻ അങ്ങനെ 100% എനിക്കറിയാം. എനിക്കും അറിയാം, ഞാൻ സംസാരിച്ച എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല രീതിയിലുള്ള ട്രാപ്പാണ്. പെട്ടെന്നൊന്നും ഊരിപ്പാരാൻ പറ്റുന്ന ട്രാപ്പുമല്ല അത്. ഇത് പെട്ടെന്നൊന്നും ഊരിപ്പ് പോരാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ മുഖ്യമന്ത്രി വരെ ഇടപെട്ടിട്ടുള്ള കേസാണ്. നീ അതിനെന്തായാലും ശ്രമിക്കണ്ട. ഇപ്പൊ തൽക്കാലം നീ അവിടെ അടങ്ങി നിൽക്കും. ഒന്നാമത് നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നമുണ്ട്. ആവശ്യമില്ലാത്തതിനൊന്നും നിൽക്കണ്ട. ഇനി നിനക്ക് അടുത്ത വല്ല സാധനം വീട്ടുകാർ തരാൻ നിൽക്കണ്ട. പണി അവിടെ പോന്നിട്ടുണ്ട്. അതിന്റെയാണ് ഇപ്പൊ അവനിട്ട് പണി കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിനക്കിട്ടും ഇനി പണി കിട്ടാൻ നിൽക്കണ്ട. അതുകൊണ്ട് അടങ്ങി അവിടെ നിൽക്കിയത് കണ്ട് പാവേ. കാമുകിയുടെ വിഷമം കേട്ടില്ലേ നിങ്ങൾ? കാമുകിയുടെ വേദന. അതുപോലെ ഇവനത് ചെയ്യില്ല പോലും. അത് വിഷമായിട്ട് വിളിച്ചാൽ കിട്ടില്ലെങ്കിൽ ഇപ്പം എന്ത് ചെയ്യും? ഇനിയിപ്പോൾ എങ്ങനെ വിളിക്കും? അപ്പോൾ നീ അതൊന്നും ചെയ്യാൻ നിൽക്കേണ്ടത് മറ്റാളുടെ വക. ഇപ്പം ചെയ്യാൻ നിൽക്കേണ്ട. അപ്പോൾ ഇയാൾ 2017 ഇപ്പോൾ ഈ സംഭവം നടക്കുന്നത് അല്ലേ? അപ്പോൾ 2011, 12, 13 ഇവൻ ചെയ്തതൊന്നും കാമുകി അറിഞ്ഞിട്ടില്ലേ? നീ അറിഞ്ഞില്ല നടിക്കുന്നതാണോ? ഇവരുടെ ക്രിമിനലാണെന്നൊന്നും, ബോൺ ക്രിമിനലാണെന്നൊന്നും അറിയില്ലേ?
ആ കാമുകിയുടെ ഭർത്താവാണ് ഇപ്പം ന്യായം പറയാൻ നിൽക്കുന്നത്. ഭർത്താവ് എങ്ങനെയെങ്കിലും സ്ഥലം വിട്ട് ഓടിക്കോ, കാമുകിയും കൂടി എന്താ ചെയ്തു കൂട്ടിയെന്ന് അറിയില്ല. അതൊക്കെ തൻ്റെ തലയിൽ വരണ്ടെങ്കിൽ മിണ്ടാതിരുന്നോ. ഒരു പത്രത്തിനും താൻ കൊടുക്കാൻ നിൽക്കേണ്ട, കാമുകിനെ വിട്ടുകൊടുത്തേക്ക്. എന്താ ആ മേഡാണോ, മേഡത്തിൻ്റെ സഹായിയാണോ എന്താണെന്ന് തെളിയിക്കാൻ വിട്ടുകൊടുത്തേക്ക്. പക്ഷേ ഇത്രയും നല്ലൊരു കാമുകിനെ കിട്ടിയിട്ട് പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യാത്തത് ഭയങ്കര കഷ്ടമായിപ്പോയി. എന്തുകൊണ്ട് ഇവരെ കസ്റ്റഡിയിൽ എടുത്തില്ല എന്നാണ് എൻ്റെ ചോദ്യം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 6 മിസ് കോൾ 7 മെസ്സേജസും അയച്ചൊരു വ്യക്തിയാണ് ആ കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് അല്ലേ. അപ്പോൾ അതിന് ശേഷവും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് കിട്ടാത്ത വിഷമാണ് ആ കണ്ടത്. പക്ഷേ പോലീസുകാർക്ക് അത് കുറ്റവാളിയല്ല. പോലീസുകാർക്ക് ഉടനെ ദിലീപിനെ പിടിക്കണം. ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും പോലീസുകാർ നേരെ ദിലീപിനെയാണ് പിടിച്ചത്. അതിന് ബാക്കിലുള്ള ചേതോ വികാരം ഈ നമുക്ക് നാട്ടുകാർക്കൊന്നും മനസ്സിലാവില്ല. ഇത് വലിയ മട്ടാഞ്ചേരി മാഫിയ അങ്ങനെയുള്ള കുറേ ആൾക്കാർക്ക് മാത്രമേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.